degree Celsius. So the correct answer is option A. ഇനി അടുത്തത്, the temperature of a place on one sunny day is 113 Fahrenheit. Kelvin scale reading in this place will be. അത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് കൺവേർഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് 113 ഡിഗ്രി ഫാരൻഹീറ്റ് ഉള്ളതിനെ നമ്മൾ കെൽവിൻ സ്കെയിലായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 318K, 45K, 62.8K, 335.8K എന്ന് പറയുന്നത്. അതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആ തന്നിരിക്കുന്ന 113 ഫാരൻഹീറ്റിൽ നിന്ന് 32 ആദ്യം മൈനസ് ചെയ്യണം, എന്നിട്ട് 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതെന്തായിട്ട് മാറും? സെൽഷ്യസ് സ്കെയിലായിട്ട് മാറും. ആ സെൽഷ്യസ് സ്കെയിലിൻ്റെ കൂടെ 273.15 ആഡ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻഹീറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. അതായത് സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻഹീറ്റ് ആക്കാൻ 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ശേഷം എന്ത് ചെയ്താൽ മതി? 32 ആഡ് ചെയ്താൽ മതിയെന്നു. ഇത് നേരെ മറിച്ച് 113യുടെ നിന്ന് 32 മൈനസ് ചെയ്യുന്നു, എന്നിട്ട് 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന സെൽഷ്യസ് സ്കെയിലിലുള്ള ടെമ്പറേച്ചറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 273.15 ആഡ് ചെയ്താൽ അത് കെൽവിൻ സ്കെയിലായിട്ട് മാറും. അതായത് 318.15. ദാറ്റ് ഈസ് നിയർലി ഇവിടെ ഓപ്ഷനിൽ 318K എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ദ ബ്രൈറ്റ്നസ് ഓഫ് എ സ്റ്റാർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ്. അതായത് ഒരു സ്റ്റാറിൻ്റെ ബ്രൈറ്റ്നസ് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻ എ സൈസ് ആൻഡ് ടെമ്പറേച്ചർ ഒൺലി, ഓപ്ഷൻ ബി സൈസ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത്, ഓപ്ഷൻ സി സൈസ്, ടെമ്പറേച്ചർ ആൻഡ് മാസ്, ഓപ്ഷൻ ഡി സൈസ്, ടെമ്പറേച്ചർ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദി എർത്ത്. ഈ 4 പോയിൻ്റാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു സ്റ്റാറിൻ്റെ ലുമിനിസിറ്റി, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന്, ആ തിളക്കത്തിൻ്റെ എത്രയാണെന്ന് അറിയാനായിട്ട് ആ സ്റ്റാറിൻ്റെ റേഡിയസ്, അതിൻ്റെ സർഫസിലെ ടെമ്പറേച്ചർ, പിന്നെ നമ്മളിൽ നിന്ന് അത് എത്ര അകലെയാണ്, ഈ 3 ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ സൈസ്, അതുപോലെ ഡിസ്റ്റൻസ് ഫ്രം ദി എർത്ത്, അല്ലെങ്കിൽ പിന്നെ ടെമ്പറേച്ചർ, ലുമിനസ് പവർ എന്ന് പറയുന്ന സർഫസ് ടെമ്പറേച്ചർ, ഇതെല്ലാം കൂടെ വന്നിരിക്കുന്നത് സൈസ്, ടെമ്പറേച്ചർ, ഡിസ്റ്റൻസ് ഫ്രം ദി എർത്ത് എന്ന് വന്നിരിക്കുന്നത് ഓപ്ഷൻ 4 ആണ്. 4ാമത്തെ ഡി ഓപ്ഷനിലാണ്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വരും. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ നമ്മൾ ഈ തെർമൽ എക്സ്പാൻഷൻ, ഈ 2 ടോപ്പിക്ക് ഫിസിക്കൽ ഹീറ്റിൽ നിന്ന് പഠിക്കാൻ ഇത്രയും പോയിൻ്റ് മാത്രം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് NDAയോ നേവി SSRോ അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ തന്നെ ടെക്നിക്കൽ പരീക്ഷയോ അല്ലെങ്കിൽ ആർമിയുടെ ടെക്നിക്കൽ പരീക്ഷയോ ഒക്കെ എഴുതാൻ സാധിക്കും.